എയ്ഡ് സ്കൂളിലെ ഭിന്നശേഷി സംവരണ നിയമം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക്, വിശേഷിച്ച് ഭിന്നശേഷിക്കാർക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന നയങ്ങളിൽ ഒന്നാണ്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം പൂർണ്ണമായി നടപ്പിലാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ട്. ഇത് കാരണം നിരവധി അധ്യാപകരുടെ നിയമന അംഗീകാരം തടസ്സപ്പെടുകയും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് യഥാസമയം നിയമനം ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ചില സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനം ആണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിന് ദീർഘമായ ഒരു ചരിത്രമുണ്ട്. പ്രധാന നാഴികക്കല്ലുകൾ ഇനി പറയും പ്രകാരമാണ്. 1995 PWD ആക്ട് പ്രകാരം 3% സംവരണവും 2016 വന്ന RPWD ആക്ട് പ്രകാരം ഇത് 4% സംവരണവുമാക്കി ഉയർത്തി. 1996 ജനുവരി 7 മുതൽ 3%, 2017 ഏപ്രിൽ 19 മുതൽ 4% സംവരണം നൽകാനാണ് നിയമം അനുശാസിക്കുന്നത്. സർക്കാർ ഉത്തരവ് 18/11/2018. സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം 1996 മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങളിലെ ബാക്ക്ലോഗ് കണ്ടെത്തി നികത്താൻ നിശ്ചയിച്ചു. ഇതാണ് ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ ഇടപെടൽ. സർക്കാർ ഉത്തരവിനെതിരെ ചില മാനേജ്മെന്റുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചു. എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സർക്കാർ നിലപാട് ശരിവെച്ചു. മാനേജ്മെന്റിന് നൽകിയ SLP 8030/2021 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിയതോടെ സംവരണം നടപ്പാക്കേണ്ടത് അനിവാര്യമായി മാറി. ബാക്ക്ലോഗ് നികത്താത്തതിനാൽ 2018 നവംബർ 18 മുതൽ നടന്ന പുതിയ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ തടസ്സം നേരിട്ടു. ഇത് നിരവധി അധ്യാപകരെ പ്രതിസന്ധിയിലാക്കി. സർക്കാരിന്റെ പരിഹാര ശ്രമങ്ങൾ. ഇതിനിടെ സർക്കാർ നിരവധി ഉത്തരവുകളും സർക്കുലറുകളും ഈ ഭിന്നശേഷി സംവരണം പുതിയൊരു വിഷയമായതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഇറക്കുകയുണ്ടായി. താൽക്കാലിക അംഗീകാരം. നിയമന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 2023 മാർച്ച് 24 സർക്കാർ ഉത്തരവ് പ്രകാരം ഭിന്നശേഷി ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട പൊതുവിഭാഗത്തിലുള്ളവർക്ക് ശമ്പളത്തോടു കൂടിയ താൽക്കാലിക പ്രൊവിഷണൽ അംഗീകാരം നൽകുവാൻ തീരുമാനിച്ചു. ഭിന്നശേഷിക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് പുനർനിയമനത്തിന് അർഹത നൽകുന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി. ഇതിനിടയിലാണ് വീണ്ടും കോടതിയുടെ ഇടപെടൽ വരുന്നത്.
ഇത് വേഗതയിലാക്കുന്നതിന് വേണ്ടി ജില്ലാതല സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കാൻ ഉള്ള നിർദ്ദേശം നൽകി. ആ കോടതി ഉത്തരവ് പ്രകാരം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഗവൺമെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് സമയത്തിന് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഭിന്നശേഷിക്കാരുടെ പേര് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന്, പരാതി സത്യമായിട്ടുള്ള കാര്യമാണ്, എംപ്ലോയ്മെന്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും മന്ത്രി വിളിച്ചുകൂട്ടി മറ്റ് സാധാരണഗതിയിലുള്ള പോലുള്ള നടപടിക്രമങ്ങളൊന്നും നോക്കേണ്ട, ഏതെങ്കിലും ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പേര് ചോദിച്ചാൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആ പേര് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുക്കുകയുണ്ടായി. നിയമന നടപടികൾ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം SLPC 2025 മാർച്ച് 24 ഉത്തരവിലൂടെ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. അതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. 2025 ജൂൺ 28 മുതൽ നിയമന ശുപാർശ നൽകുന്നത് ഈ സമിതികളാണ്. NSS വിധി വിവിധ മാനേജ്മെന്റുകൾ NSS വിധി തങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ NSS മാനേജ്മെന്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ടായി. ഈ വിധി NSS മാനേജ്മെന്റിന് മാത്രം ബാധകമായ ഒന്നാണെന്ന് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശം. എന്നാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിയമകാര്യ മന്ത്രി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അഡ്വക്കേറ്റ് ജനറൽ, ലോ സെക്രട്ടറി എന്നിവർ പങ്കെടുത്ത ഒരു ഉന്നതതല യോഗം ഇന്ന് ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഈ യോഗത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനങ്ങൾ: 1. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് കോടതിയെ അറിയിക്കും. സുപ്രീം കോടതി ഇനി എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയിലേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഭിന്നശേഷി വിഭാഗത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അതേസമയം അധ്യാപക സമൂഹത്തിന്റെയും മാനേജ്മെന്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ തീരുമാനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതുപോലെയുള്ള സമാന സ്വഭാവമുള്ള നിരവധി കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ കേസുകളിൽ അധ്യാപക നിയമനവും ഭിന്നശേഷി നിയമനവും ഉൾപ്പെടുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കോടതിയുടെ അന്തിമവിധി വരേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അന്തിമ വിധി വാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കും. തങ്ങൾക്കൂടി ബാധ്യമാകണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റുകൾ പോയാൽ സർക്കാർ അതിനെ അനുകൂലിച്ച് അവരോട് എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്. അതായത് അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസമുണ്ട്. എനിക്ക് തോന്നുന്നു ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസം 16-ാം തീയതിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ സർക്കാരിന്റെ നിലപാട് അവിടെ അറിയും.
ശ്രദ്ധിച്ചേരുടെ നിലവിലെ സാഹചര്യത്തിൽ NSS മാനേജ്മെന്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ടായി. ക്ലിയറായില്ല. ഈ വിധി NSS മാനേജ്മെന്റിന് മാത്രം ബാധകമായ ഒന്നാണെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമ ഉപദേശം. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പൊതുവായും ശാശ്വതവുമായ പരിഹാരം കാണേണ്ടത് ഉണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിയമകാര്യ മന്ത്രി, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അഡ്വക്കേറ്റ് ജനറൽ, ലോ സെക്രട്ടറി എന്നിവർ ചേർന്ന ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ യോഗത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റ് നൽകിയ വിധിയിലെ ഇളവുകളും ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും. സർക്കാർ ഹർജി കൊടുക്കുന്നതാണ് ഉദ്ദേശിച്ചത്. എന്ത് നടപടിയാണ് സർക്കാർ ഭാഗത്തുണ്ടാകുന്നതാണ് ഒരു കൺഫ്യൂഷൻ. സർക്കാർ ഒരു പുതിയ പെറ്റീഷനുമായി സുപ്രീംകോടതിയിൽ പോകുമ്പോൾ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞല്ലോ. ഗവൺമെന്റ് നിലപാട് എന്താ? NSS മാനേജ്മെന്റിന് ലഭിച്ചതുപോലുള്ള ആനുകൂല്യം മറ്റു മാനേജ്മെന്റുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാട് കോടതിയെ അറിയിക്കും. 16ാം തീയതി പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയിക്കും. ഇത് വീണ്ടും ഇതിൽ പറയുന്നത് ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ സർക്കാർ ഈ നിലപാട് കോടതിയെ അറിയിക്കും. മറ്റു മാനേജറുകൾക്ക് ബാധകമാക്കുന്നത് സർക്കാർ എതിർപ്പില്ല എന്ന് അറിയിക്കും. ഒന്നുകൂടെ വായിക്കാം. അല്ലല്ല, നമ്മളിപ്പോ കുറെ കേസുണ്ടല്ലോ, SLP അങ്ങനെയായിട്ട് കുറെ കേസുകളുണ്ട്. ആ കേസെല്ലാം കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16ാം തീയതി ഒരു പോസ്റ്റിംഗ് ഉണ്ട്. പോസ്റ്റിംഗ് ഉള്ളപ്പോൾ ഗവൺമെന്റിന്റെ നിലപാട് അവിടെ പറയണമല്ലോ. ഗവൺമെന്റ് നിലപാട് എല്ലാ മാനേജ്മെന്റിനും NSSന് കിട്ടിയ പോലുള്ള ആനുകൂല്യം കിട്ടുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. ഗവൺമെന്റ് നിലപാട് അവിടെ പറയും. മറ്റ് ചില കേസുകളാണെങ്കിൽ കേസ് വീണ്ടും വാദിച്ച് തീർക്കേണ്ട കേസുകളുണ്ട്. അതെ, അത് ഇത് അങ്ങനെ തീരുമാനം വന്നാൽ മാറ്റി ഇറക്കും. അത്രേ പറ്റുള്ളൂ. അതിനെ അങ്ങനെയല്ലേ നടക്കുള്ളൂ. അത്രേ അടക്കുള്ളൂ. കോടതി അറിയിച്ചു. കോടതി ആരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് പറയണ്ടേ? കൊച്ചു കുട്ടികളെ സംബന്ധിച്ചു ആദ്യം നമ്മൾ എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ഈ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്നതായിരുന്നു വ്യക്തമായി സർക്കാർ എടുത്തത്. ഇതിപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ കീഴ്പ്പെട്ടു. അങ്ങനെ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ടൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു NSSന്റെ ഒരു വിധി വന്നു. ആ വിധി വന്നതിന് ഞാൻ ആ കേസിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിന്റെ വിധി, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി, അങ്ങനെയുള്ള കുറെ കേസുകൾ മാനേജ്മെന്റും വിദ്യാർത്ഥികളുടെ അധ്യാപകരും ഒക്കെ തന്നെ കൊടുക്കുന്നത് എല്ലാം ഉണ്ട്. അപ്പോ NSS മാത്രമാണ് ഇങ്ങനെ ഒരു വിധിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയത്. ഇപ്പൊ NSSന് അനുകൂലമായിട്ട് ഒരു വിധി കിട്ടിയപ്പോൾ അതിൽ എല്ലാ പേർക്കും എല്ലാ മാനേജ്മെന്റിനും കൊടുക്കണമെന്നുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വീണ്ടും ഒന്ന് ആലോചിച്ചു. എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ന്യായമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതല്ലാതെ പ്രത്യേക ആരെയും പ്രോത്സാഹിപ്പിച്ച കാര്യം അത് തുടരും. ഇപ്പൊ ജില്ലാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, സംസ്ഥാന സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ രണ്ട് സമിതികളും ഈ നിയമനം വേഗതയിലാക്കുന്നതിന് വേണ്ടിയാണ്. സർക്കാർ മുമ്പ് ഇക്കാര്യത്തിൽ പറഞ്ഞൊരു നിലപാട്
5000 ഒഴിവുകളുണ്ട്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റുകൾ ഇതുവരെ 1500 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് സർക്കാർ തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്രായോഗികമായ പരിഹാരം എങ്ങനെ വരും? പ്രായോഗികമായ പരിഹാരം ഇങ്ങനെയൊക്കെ നടത്താൻ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെ പ്രായോഗികമായ പരിഹാരം നടത്താൻ പറ്റുള്ളൂ. വേറെ ഒന്നും നടത്താൻ പറ്റില്ല. അത് തീരുമാനിച്ചിട്ടില്ല. അതായത് കോടതിയിൽ കഴിഞ്ഞ ശേഷം നമുക്ക് ആലോചിക്കും. 16-ാം തീയതി അല്ലേ കോടതി വെച്ചത്? വലിയ മാനേജ്മെന്റുകളല്ലാതെ ഈ ഇൻഡിവിജ്വൽ മാനേജ്മെന്റുകൾ ചില പ്രയാസങ്ങൾ, നിയമനത്തിൽ ചില പ്രയാസങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് LP മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു യൂണിറ്റായി പരിഗണിച്ച് ഭിന്നശേഷി നിയമനം നടത്താറ്. അപ്പൊ അത്തരം ഇളവ് കൂടി നമ്മൾ കോടതിയിൽ ആവശ്യപ്പെടും. സിംഗിൾ മാനേജ്മെന്റുകൾ അതെന്താണ്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിയമനത്തിൽ ഒന്നും നമുക്ക് കൈകാട്ടാനുള്ള അവകാശമൊന്നുമില്ല. സിംഗിൾ മാനേജ്മെന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങളുണ്ട് അവർക്ക്. പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമൊന്നുമില്ല. അവർ സുപ്രീം കോടതിയിലൊക്കെ പോകാനുള്ള പ്രയാസമുണ്ട്. പക്ഷെ എന്നതുകൊണ്ട് പിന്നെ ഭിന്നശേഷി നിയമനം അവർക്ക് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അത് നടപ്പിലാക്കിയില്ലേ പറ്റൂ. സിംഗിൾ മാനേജ്മെന്റിന് ഒരു ഭിന്നശേഷി നിയമം വലിയ മാനേജ്മെന്റിന് ഒരു ഭിന്നശേഷി നിയമമൊന്നുമില്ല. എല്ലാവരും ഒറ്റ നിയമമുണ്ട്. സമാനമായ സൊസൈറ്റികൾക്കും ഇത് ബാധകമാണ് എന്നുള്ളത്. പക്ഷെ സർക്കാർ പറയുന്നത് ഇത് NSS മാത്രമാണ് ബാധകം എന്നുള്ള വ്യവസ്ഥ വ്യാഖ്യാനിക്കുന്നു. അതിന് സമാനമായിട്ട് ലീഗൽ അഡ്വൈസ് വാങ്ങിക്കുന്നു. അത് മറ്റുള്ള മാനേജറുകളെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വസ്തുതയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ധൃതി പിടിച്ച് പിന്നെ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി യോഗം ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുറത്തുനിന്നുള്ള ഇതിന്റെ ഈ വിഷയത്തിൽ തൽപരരായിട്ടുള്ള ആൾക്കാർ പറയുന്ന നിയമോപദേശമല്ല കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് നിയമോപദേശം തരുന്നതിന് വേണ്ടിയുള്ള കോമ്പറ്റന്റ് അതോറിറ്റി ഉണ്ട്. അവർ പറയുന്ന നിയമോപദേശമാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. ആ നിയമോപദേശത്തിൽ എന്തെങ്കിലും പിന്നെ പെശകുണ്ടെങ്കിൽ അവർക്ക് പിന്നെ കോടതി സമീപിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നതതലങ്ങള് ഈ ഭിന്നശേഷികളുടെ രജിസ്ട്രേഷൻ കൂട്ടാനും നിയമനത്തിൽ വിളിച്ചിരുന്നല്ലോ. അതിനുശേഷം രജിസ്ട്രേഷൻ മറ്റു നടപടികളുടെ വേഗത്തിലായിരുന്നു കുറച്ച് വന്നിട്ടുണ്ട്. നിലവിലെ ഏറെ സ്കൂളുകളുടെ മാനേജ്മെന്റുകളുടെ ആകെ എണ്ണം വെച്ചാൽ 4999 ആണ്. ഭിന്നശേഷി നിയമനത്തിനായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത മാനേജ്മെന്റുകളുടെ എണ്ണം 1329 ആണ്. സംസ്ഥാനത്തെ ഏറെ സ്കൂളുകളിൽ നാളെ വരെ നിയമനം നൽകിയ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണം 1503 ആണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നിയമനം നൽകിയവരുടെ ഭിന്നശേഷിക്കാരുടെ എണ്ണം 1109 ആണ്. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന മാനേജ്മെന്റുകളുടെ എണ്ണം 3670 ആണ്. ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ അവശേഷിക്കുന്ന ഭിന്നശേഷിക്കാരുടെ നിയമനത്തിനായുള്ള ഒഴിവുകളുടെ ആകെ എണ്ണം 5129 ആണ്. ഭിന്നശേഷി നിയമനത്തിന് വേണ്ടി രൂപീകരിച്ച സമിതിയിൽ ഓരോ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ കണക്ക് 1332 ആണ്. ഈ കണക്കും പൂർണ്ണമല്ല, അപൂർണമാണ്. അവരുടെ അഭിപ്രായം, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഭിന്നശേഷിക്കാരുടെ ഇടയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ അഭിപ്രായം. നേരത്തെ ആകാമായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണമല്ലോ. ഈ സുപ്രീം കോടതിയുടെ NSS മാനേജ്മെന്റിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് വരുന്ന സമയത്ത് ക്ലാരിഫിക്കേഷൻ ഹർജി സുപ്രീം കോടതി തന്നെ നൽകിയത് മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാണോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്ലാരിറ്റി വരുത്താൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാമായിരുന്നില്ലേ? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇത്രയും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് മേലെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് വരുന്ന സമയം മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ. പ്രശ്നത്തിന്റെ ഗൗരവം കണ്ടുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ ടോപ്പ് ഓഫീസേഴ്സിന്റെ യോഗം വിളിച്ചുകൂട്ടി തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്.
അതിന്റെ കണക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഞാൻ പിന്നെ പറയാം. അവർക്കെല്ലാം ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 16,000-ഓളം വരുന്ന ആൾക്കാർ ഡെയിലി വേസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർക്കെല്ലാം ഡെയിലി വേസ് ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പിന്നെ നിയമാനുസരണം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒന്നുപോലും പറ്റുകയില്ല. എറണാകുളത്ത് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനി സ്കൂൾ അതിനുള്ള അനുമതി നിഷേധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി ഒരുക്കി സ്കൂളിനെതിരെ ഭീഷണി സ്കൂൾ 2 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സിന്ദിരാസ് പേപ്പറിലൊന്നും വന്നില്ലല്ലോ. യൂണിഫോമിന്റെ ഭാഗമല്ല ഹിജാബ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. പക്ഷേ ഹിജാബ് ധരിച്ച് ആ കുട്ടി വരുന്നു എന്നതിന്റെ രക്ഷകർത്താക്കളും ബന്ധുക്കളും ഇല്ല. വേറെ ഒന്ന് രണ്ട് ഇതേപോലെയുള്ള സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമുക്കൊരു ന്യായമായ തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനമല്ലേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റൂ. അല്ല നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂളിൽ യൂണിഫോമും വസ്ത്രവും ഇട്ടുകൊണ്ട് വരുന്നതിന്റെ പേരിൽ സംഘർഷം ഉണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനിശ്ചിതകാലത്തേക്ക് ഇരുന്ന് സ്ഥിതിച്ചിട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു. അങ്ങനെ യൂണിഫോം ഒരു ദിവസം ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതിൽ മിസ്റ്റേക്ക് പറ്റി എന്തെങ്കിലും ഒരു പെശ കൊണ്ടുവന്ന് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞു വിടുക, അതിനുശേഷം അവിടെ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, അതിനെ തുടർന്ന് സ്കൂൾ പൂട്ടുക, അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളില്ല. അതൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയിലേക്ക് ഗവൺമെന്റ് പോകേണ്ടി വരും. ഈ പല സ്കൂളുകളിലും കഴിഞ്ഞ പിന്നെ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഉള്ള കാര്യം എനിക്കറിയാം. പല സ്കൂളുകളിലും ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം കർശന നടപടി ഇതിലേക്ക് പോകും എന്നുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ഈ രീതിയിലുള്ള ഒരു വർഗീയ ചിന്തകൾ പിന്നെ ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇതിപ്പം എന്തായാലും അതൊരു മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായമുള്ളത്. അവസാനിപ്പിച്ചൂടെ? ഒരു ക്ലാരിറ്റി കുറവുണ്ടോ? ക്ലാരിറ്റി കുറവുണ്ടോ? ഹിജാബിന്റെ കാര്യത്തില്ല, അതിന്റെ ഇത് കുഴപ്പമില്ല. ഹിജാബിന്റെ കാര്യത്തിൽ സഹോദരൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, യൂണിഫോം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞു. അത് ആ യൂണിഫോം മറക്കുന്ന തരത്തിൽ ഒരു ഡ്രസ്സ് ആരും ധരിക്കാൻ പാടില്ല, എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞു. അതേസമയം തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് അവസാനത്തോടെ കൈകാര്യം ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. അതന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ എന്താ വാക്ക് ഉപയോഗിച്ചത്, കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടിയും ഒക്കെ എച്ചമും എല്ലാം കൈകാര്യം ചെയ്യണമായിരുന്നു. കുട്ടിയെ പുറത്താക്കേണ്ടിയിരുന്നില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പുറത്താക്കിയപ്പോഴാണല്ലോ വഷളാക്കിയത്. പുറത്താക്കാതെ പിടിച്ച രക്ഷകർത്താക്കളെ വിളിച്ച് സംസാരിക്കുകയോ എനിക്ക് അതിന്റെ വിശദവിവരം കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിക്കട്ടെ. അത് നമ്മളത് കുറച്ചുകൂടെ പിന്നെ വിദ്യാലയത്തിന്റെ അധികാരികളും രക്ഷകർത്താക്കളും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്കൂളിൽ പിന്നെ ഒരു കുട്ടി മാത്രം ഒരു പ്രത്യേക വേഷം ധരിച്ചുകൊണ്ട് പറഞ്ഞ ശരിയല്ലല്ലോ. ഈ സ്കൂൾ പറയുന്നത് ഹിജാബ് അവരുടെ യൂണിഫോം കൾച്ചറിന്റെ ആ സ്കൂളിന്റെ യൂണിഫോമിന്റെ ഭാഗമല്ല ഹിജാബ്, അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഞാൻ ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കട്ടെ. എന്തായാലും ഈ വസ്ത്രത്തിന്റെ പേരിൽ
കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും സംഘർഷവും അഭിപ്രായ വ്യത്യാസവും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. കടുത്ത നടപടി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് എതിരെ എടുക്കുമെന്നുള്ള കാര്യം കൂടി പറയുകയാണ്. ഇത് എനിക്കൊന്നിന് എയ്ഡഡ് മാനേജ്മെന്റ് ആണ് അല്ലേ സുഹൃത്തെ? എയ്ഡഡ് മാനേജ്മെന്റ് ആണല്ലോ. SSLC അല്ലേ? എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എന്തായാലും അതൊന്നും അതിനെപ്പറ്റി അന്വേഷിക്കാം. അതൊരു വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെടാം, ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെടാം. എറണാകുളം DDയോട് വിവരങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താ ഏതാണ് എറണാകുളം DDO ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് പറയാം വിവരങ്ങളൊന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും.